യേശുവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഭയത്തെക്കുറിച്ചാണ്. ജെറമ്യാ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇവിടെ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്കു രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വെറും ബാലനാണെന്നോ നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്കു നിന്നോടുകൂടെ ഞാനുണ്ടെന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ കൽപ്പനയാണ്. ഇവിടെ വീണ്ടും നമുക്ക് കാണാം, 17-ാമത്തെ വചനത്തിൽ കാണാം, നീ എഴുന്നേറ്റ് അരമുറുക്കുക, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക, അവരെ നീ ഭയപ്പെടേണ്ട. കർത്താവ് കൽപ്പിക്കുന്നത് സംസാരിക്കണം, വചനം പ്രസംഗിക്കണം. അതാണ് നമ്മുടെ കടമയാണ്. കർത്താവിൻ്റെ വചനം ജനത്തിനെ അറിയിക്കുന്നതിൻ്റെ അടിസ്ഥാനം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീ ഈ കാര്യങ്ങൾ വടക്കു ദിക്കിനോട് പ്രഖ്യാപിക്കുക. കർത്താവ് അരുൾ ചെയ്യുന്നു, അവിശ്വസ്തയായ ഇസ്രായേലേ, തിരിച്ചു വരിക, ഞാൻ നിന്നെ കോപിക്കുകയില്ല, ഞാൻ കാരുണ്യവാനാണ് എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, അത് കർത്താവിൻ്റെ കാരുണ്യം, ആ സ്നേഹം അനുഭവിക്കാനാണ് നമ്മളെല്ലാവരും വചനം കേൾക്കണം, വചനം പ്രസംഗിക്കണം എന്നൊക്കെ മറ്റുള്ളവരോട് നമ്മൾ പറയുന്നത്. കർത്താവിൻ്റെ ആ കാരുണ്യവും സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് വചനത്തിലൂടെയാണ് നിർവഹിക്കുക. കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിന്നാണ് നിർവഹിക്കപ്പെടുന്നതാണ് വചനം ബൈബിളിൽ വാക്യം നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കാൻ, കർത്താവിനെ കുറിച്ച് അറിയാൻ, കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വചനം വായിക്കണം, കേൾക്കണം, അത് അനുവർത്തിക്കണം, മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും നമുക്ക് ലജ്ജ കൂടാതെ, ഭയം കൂടാതെ കർത്താവിനെ പ്രഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു.